പ്രിയപ്പെട്ടവരെ, ഒരു പിതാവ് തൻ്റെ മകനുമായി പാടവരമ്പത്തുകൂടി നടന്നു നീങ്ങുകയായിരുന്നു. അപ്പോൾ പിതാവ് തൻ്റെ മകനോട് പറഞ്ഞു, മോനെ, വളരെ കരുതലോടുകൂടി വേണം ഓരോ ചുവടുവെപ്പുകളും വയ്ക്കാൻ. തെന്നി വീഴാതെ നീ ശ്രദ്ധിക്കണം. അപ്പോൾ മകൻ പിതാവിനോട് പറഞ്ഞു, പിതാവെ, അങ്ങാണ് ശ്രദ്ധിക്കേണ്ടത്, ഞാനല്ല. പിതാവ് ചോദിച്ചു, അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? മകൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ചുവടുകളെ നോക്കിയാണ് വരുന്നത്. അങ്ങ് എവിടെയാണോ കാൽപാദം വെക്കുന്നത് അവിടെയാണ് ഞാൻ എൻ്റെ കാൽപാദം വെക്കുന്നത്. അതുകൊണ്ട് അങ്ങ് തെന്നി വീഴാതിരുന്നാൽ ഞാൻ നേരെ നടക്കും, ഞാൻ തെന്നി വീഴുകയില്ല. അങ്ങ് വീണാൽ ഞാനും വീണുപോകും. ഇത് നമുക്കൊരു പാഠമാണ്. നമ്മുടെ മക്കൾ അനുകരിക്കുന്നത് നമ്മയാണ്. അവർ ജീവിതം പഠിക്കുന്നത് പുസ്തകത്തിൽ നിന്നോ പ്രസംഗത്തിൽ നിന്നൊന്നുമല്ല, അവരുടെ മുന്നിലുള്ള ജീവിതങ്ങളെ കണ്ടുകൊണ്ടാണ്. അത് മാതാപിതാക്കളാണല്ലോ. അവർ സത്യം പറഞ്ഞാൽ മക്കൾ സത്യം പറയാൻ പഠിക്കും. നാം കളവ് പറയുകയും മക്കളോട് സത്യം പറയണം എന്ന് പറഞ്ഞ് കണ്ണുരുട്ടിയിട്ട് കാര്യമില്ല. നാം പുകവലിക്കുകയും മക്കളോട് ബീഡി വലിക്കരുതെന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നാം നമ്മുടെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുകയും എന്നിട്ട് നമ്മുടെ മക്കൾ നമ്മെ ആദരിക്കുകയും ചെയ്യണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ നമ്മെ കണ്ടു പഠിക്കുകയാണ്. ഏതൊരു മനുഷ്യനും പിറന്നു വീഴുന്നത് ജീവിതത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാതെയാണ്. അവരുടെ മുന്നിൽ ഏത് ജീവിതങ്ങളെ കണ്ടോ അതവർ അനുകരിക്കും. അവരുടെ ഭാഷ സ്വീകരിക്കും, അവരുടെ പെരുമാറ്റം സ്വീകരിക്കും, അവരുടെ ആദർശം സ്വീകരിക്കും. അള്ളാഹുവിൻ്റെ റസൂലോട് ഒരിക്കൽ പറഞ്ഞു, ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് എന്തും സ്വീകരിക്കാൻ പര്യാപ്തമായ ഒരു മാനസികാവസ്ഥയിലാണ്, ഒരു പ്രകൃതത്തിലാണ്. അവരുടെ മാതാപിതാക്കളാണ് അവരെ ഏകദൈവ വിശ്വാസിയാക്കി മാറ്റുന്നതും അവരെ ബഹുദൈവ ആരാധകരാക്കി മാറ്റുന്നതും. അതുകൊണ്ട് നമ്മെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നാം നേരെയായാൽ ഒരിക്കലും നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോവുകയില്ല.